Hi friends, welcome to Pratap G Tech. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ Realme X എന്ന ഫോണിന്റെ ചാർജിങ് ആൻഡ് ഡ്രെയിനിങ് ടെസ്റ്റ് ആണ്. എത്ര നേരം കൊണ്ട് ചാർജ് ആവും? ബുക്ക് ചാർജർ 3.0 ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ 3.0 ചാർജർ കൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ എത്ര നേരം കൊണ്ട് ചാർജ് ആവുന്നുണ്ട്? അതേപോലെ 100% 0% ബാറ്ററി ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്യാൻ എത്ര നേരം എടുക്കുന്നുണ്ട്? ആ ചാർജിങ് ആൻഡ് ഡ്രെയിനിങ് ടെസ്റ്റ് ആണ്. നേരെ വീഡിയോയിൽ കിടക്കാം. ബാറ്ററി കംപ്ലീറ്റ് കഴിഞ്ഞ് ഓഫ് ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചാർജിങ് ആരംഭിക്കുന്നത്. ടൈമർ നമുക്ക് ശ്രദ്ധിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് ബാറ്ററി ടെമ്പറേച്ചറും അതേപോലെ ബാറ്ററി ചാർജ് ആവുന്ന സ്പീഡും ഒക്കെ നമുക്കിവിടെ ഫോണിൽ നോക്കുകയും ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 17% ആണ് ചാർജ് കയറിയിരിക്കുന്നത്. ബാറ്ററി ടെമ്പറേച്ചർ ആണെങ്കിൽ 36 ഡിഗ്രിയാണ്. അപ്പോൾ വലിയൊരു ഓവർ ഹീറ്റിംഗ് കാരണം ബുക്ക് ചാർജിങ്ങിൽ പൊതുവേ നമുക്കൊരു ഓവർ ഹീറ്റിംഗ് ഒന്നും കാണാറില്ല. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 17% ആണ് ബാറ്ററി ചാർജ് ആയിരിക്കുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 53% ആണ് 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഫോൺ ചാർജ് ആയി കിട്ടുന്നത്. ബാറ്ററി ടെമ്പറേച്ചർ 38 ഡിഗ്രിയാണ്. അപ്പോൾ നല്ലൊരു ഇൻക്രീസ്, നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജിയാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. 93% ആണ് 1 മണിക്കൂർ കൊണ്ട് ചാർജ് ആയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ബാറ്ററി ടെമ്പറേച്ചർ 33 ഡിഗ്രി വളരെ കുറഞ്ഞിരിക്കുകയാണ്. അത് നമുക്ക് സാധാരണ എല്ലാ ചാർജറുകളും ഇങ്ങനെയാണ്. അവസാനത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ടെക്നിക്കൽ ചാർജിങ്ങിൻ്റെ സ്പീഡും കുറയും, അതേപോലെ ബാറ്ററി ടെമ്പറേച്ചറും കുറയും നമ്മൾ കണ്ടിട്ടുണ്ട്. 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 98% ബാറ്ററി ആയിരിക്കുകയാണ്. 32.7 ഡിഗ്രിയാണ് നമുക്കിതിൻ്റെ ഒരു ബാറ്ററി ടെമ്പറേച്ചർ കാണാൻ സാധിക്കുന്നത്. 100% ചാർജ് ആയിരിക്കുകയാണ് 1 മണിക്കൂർ 13 മിനിറ്റ് കൊണ്ട്. അത് നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ്. അവസാന ഭാഗത്തും ബുക്ക് ചാർജിങ് ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 100% ചാർജ് ആയാലും വീണ്ടും ചാർജിങ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. മുകളിൽ ചാർജർ കണക്ട് ആയതിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാം. ആ ബാറ്ററിയുടെ അപ്പുറത്തൊരു ചെറിയ ഐക്കൺ കാണാം. ചാർജിങ് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫുൾ ആയിട്ടില്ല, 100% ആയിട്ടും ഫുൾ ആയിട്ടില്ല. ഫുള്ളാകുമ്പോൾ ഫുള്ളി ചാർജർ എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 1 മണിക്കൂർ 22 മിനിറ്റ് കൊണ്ട് ഫുൾ, നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാം, ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ആ ചാർജർ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിട്ടുണ്ട്. നോർമൽ യൂസിൽ നമ്മൾ 0-യിൽ നിന്നല്ല ചാർജ് കയറ്റുക. മിക്കവാറും 20%, 30% ഉള്ളപ്പോൾ തന്നെ ചാർജ് ചെയ്യാറുണ്ട് പലരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്തെടുക്കാവുന്ന നല്ലൊരു ചാർജർ, ഫാസ്റ്റ് ചാർജറും ഉണ്ട്. അതേപോലെ നല്ലൊരു ചാർജിങ് സ്പീഡും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ പോവുകയാണ്. ഡ്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് 100% നിന്നാണ് നമ്മൾ ഡ്രെയിനിങ് തുടങ്ങുന്നത്. ബാറ്ററി ടെമ്പറേച്ചർ 27 ഡിഗ്രിയാണ് കാണുന്നത്. നൈറ്റാണ് 10:48, 10:45 ടൈം. ആ ഒരു ടൈമിലാണ് നമ്മൾ ഡ്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ ഹീറ്റിംഗ് വളരെ കുറവാണ്. ഡേയിലാണെങ്കിലും ഇപ്പോൾ ഫുള്ള് മഴയാണ്. അതുകൊണ്ട് തന്നെ ഡേയിൽ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാനില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് ആയാലും കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും 100% നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. PUBG 1 മണിക്കൂർ കളിക്കാൻ പോവുകയാണ്. 1 മണിക്കൂർ PUBG കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബാറ്ററി ലെവലും കാര്യങ്ങളൊന്നും നോക്കാം. 85% ബാറ്ററി ലെവലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു 15% ബാറ്ററി ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല, വളരെ കൂളാണ്. പിന്നെ നമ്മൾ യൂട്യൂബാണ് അടുത്ത 1 മണിക്കൂർ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര ബാറ്ററി ഡ്രെയിൻ ആവുണ്ടെന്ന് നോക്കാം. 85% ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും 1 മണിക്കൂർ യൂട്യൂബ് വീഡിയോ ഫുൾ സ്ക്രീനിൽ ഫുൾ സൗണ്ടിലാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. 1 മണിക്കൂർ നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര ബാറ്ററി ഡ്രെയിൻ ആയിട്ടുണ്ടെന്ന് നോക്കാം. 85% നിന്നാണ് നമുക്ക് ഈ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങിയത്. 75% ഉണ്ട്. ഒരു 10% മാത്രമാണ് നമുക്ക് യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി ചിലവായത്. ബാറ്ററി ടെമ്പറേച്ചർ 33 ഡിഗ്രിയാണ് കാണുന്നത്. അവിടെ ഓവർ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 75% നമ്മൾ വീണ്ടും ഗ്രാഫിക് സെറ്റിങ്സ് സ്റ്റാൻഡേർഡും ഫ്രെയിം റേറ്റ് 30 ഫ്രെയിം പെർ സെക്കൻഡും ആക്കി ബേസിക് സെറ്റിങ്സ് ആക്കിക്കൊണ്ട് ടെസ്റ്റ് കളിക്കാൻ പോവാണ് അടുത്ത ഒരു അരമണിക്കൂർ നേരം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. 75% നിന്ന് 68% ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 7% ബാറ്ററി ഡ്രോപ്പ് ആയിരിക്കുന്നു. ടെമ്പറേച്ചർ ഇപ്പോഴും ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഫോൺ നിൽക്കുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകാം. ജസ്റ്റ് സ്ക്രീൻ ഇങ്ങനെ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ സെൻസർ അങ്ങനെ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി ഉപയോഗിക്കാൻ പോകണം. പുറമേ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം 1 മണിക്കൂർ കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന്. 68% ആണ് നമ്മൾ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ക്യാമറയ്ക്ക് നല്ലോണം ബാറ്ററി എടുക്കും, അത് ഏത് ഫോൺ ആയാലും. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2.5 മണിക്കൂറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3.5 മണിക്കൂർ 68% നിന്ന് എത്ര ഡ്രോപ്പായി നമുക്കൊന്ന് നോക്കാം. 68% നിന്ന് 47% ആയിരിക്കുകയാണ്.
അപ്പോൾ നമുക്കൊരു 20-21% ബാറ്ററിയാണ് ഡ്രോപ്പ് ആയിരിക്കുന്നത്. ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്യാമറ ഉപയോഗിക്കാൻ അത്രയും 20% ബാറ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു മണിക്കൂറൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അടുത്തതായിട്ട് ഇപ്പം 47% ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഗാന ആപ്ലിക്കേഷൻ, ഓൺലൈനായ ഗാന ആപ്ലിക്കേഷൻ ലൗഡ് സ്പീക്കറിൽ ഫുൾ സൗണ്ട് വെച്ചുകൊണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ പോകണം. ഓൺലൈൻ ആണെന്ന് ഓർക്കണം. 3.5 മണിക്കൂറിൽ നിന്നും അടുത്ത 1 മണിക്കൂർ 4.5 മണിക്കൂർ വരെയാണ് ഉപയോഗിക്കുന്നത്. 47% ബാറ്ററിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ 4.5 മണിക്കൂർ ആയിരിക്കാണ്. 1 മണിക്കൂർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ 42% ആണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ 5% ബാറ്ററിയൊക്കെയാണ് നമുക്ക് ഡ്രോപ്പ് ആവുന്നുള്ളൂ. വലിയൊരു ഡ്രോപ്പൊന്നുമല്ല. ടെമ്പറേച്ചർ അപ്പോഴും 32 ഡിഗ്രിക്കുള്ളൂ. അത് ഒരു ഓവർ ഹീറ്റിംഗ് അല്ല. ഇനി നമ്മൾ 1 മണിക്കൂർ കോൾ ചെയ്യാൻ പോവാണ്. 4 മണിക്കൂർ 33 ടൈം ആയിരിക്കുകയാണ്. 4.5 മണിക്കൂറോളം ആയിരിക്കുകയാണ്. 1 മണിക്കൂർ കോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. 42% ആണ് ബാറ്ററി ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ 1 മണിക്കൂർ കോൾ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂറൊക്കെ നിങ്ങൾ കോളിങ്ങിന് വേണ്ടി ഉപയോഗിച്ചാൽ എത്ര ഡ്രോപ്പ് ആവും? 5.5 മണിക്കൂർ ആയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി ലെവൽ നോക്കിയാൽ 37%. അപ്പോൾ 5% ആണ് 1 മണിക്കൂർ കോൾ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഡ്രെയിൻ ആവുന്ന ഒരു സംഭവമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ യൂസിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എത്ര നേരം നിങ്ങൾക്ക് കോളിന് വേണ്ടിയൊക്കെ ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ 1 മണിക്കൂർ ബ്രൗസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ബ്രൗസിംഗ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ ക്രോമോ, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനെ എന്താ പറയുക, എല്ലാ സംഭവങ്ങളും മിക്സഡ് ആയിട്ട് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. 6:29, 6:30 എന്ന് വെച്ചാൽ 1 മണിക്കൂർ ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസിംഗ് തുടങ്ങിയിട്ട് 28% എന്ന് വെച്ചാൽ ഒരു 9% ഒക്കെയാണ് നമുക്കൊരു ബാറ്ററി 1 മണിക്കൂർ നെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ചിലവാവുക. ടെമ്പറേച്ചർ ഒട്ടും തന്നെ ഇല്ല, 31 ഡിഗ്രിയാണ്. സംഭവം ശരിയാണ്. കൂളിംഗ് ആയ സിറ്റുവേഷൻ രാവിലെ 5 മണിയായിരിക്കുകയാണ്. കൂളിംഗ് ആയ സിറ്റുവേഷനാണ്. അപ്പോൾ ഡേ ലൈറ്റിലാണെങ്കിലും നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഡേയിലാണെങ്കിലും കൂളിംഗ് തന്നെയാണ്. ഇപ്പോൾ ഡേ ലൈറ്റിലേക്ക് പോയാൽ തന്നെയും അത്രയും വലിയൊരു ഓവർ ഹീറ്റിംഗ് ഒന്നും കാണിക്കാൻ വഴിയില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അസ്ഫാൾട്ട് 9 എന്ന് പറയുന്ന ഗെയിമിംഗ് ആണ്. 28% ബാറ്ററി ഉണ്ട്. 28 നിന്നാണ് നമ്മൾ 6.5 മണിക്കൂർ തൊട്ട് 7 മണി വരെ 7 മണി വരെ വെച്ചാൽ 1 അരമണിക്കൂർ ഗെയിം ഒന്ന് കളിക്കുകയാണ്. അസ്ഫാൾട്ട് 9 കളിക്കുകയാണ്. അപ്പോൾ 28% എത്ര ഡ്രോപ്പ് ആവുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അരമണിക്കൂർ നമ്മൾ അസ്ഫാൾട്ട് 8 കളിച്ചിരിക്കുക, അസ്ഫാൾട്ട് 9 കളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 21%. അപ്പോൾ ഒരു 7% ബാറ്ററിയൊക്കെയാണ് നമുക്ക് ഡ്രോപ്പ് ആവുന്നുള്ളൂ അരമണിക്കൂറിന്. അപ്പോൾ 1 മണിക്കൂർ ആക്കിയാൽ 14. അപ്പോൾ PUBG ഒക്കെ കളിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും നമുക്ക് ബാറ്ററി ചിലവ് വരുന്നുള്ളൂ. ഇനി നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് 21% കംപ്ലീറ്റ് ആയിട്ട് ഈ ബാറ്ററി ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് PUBG ഉപയോഗിക്കാം. കാരണം ഫുള്ളായിട്ട് കൂടുതൽ പേരും PUBG കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു PUBG കളി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഡ്രെയിൻ വരുന്നുണ്ട്. തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നല്ല ബാറ്ററി ലൈഫുള്ള സമയത്താണെങ്കിൽ 15% 1 മണിക്കൂറിന് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാറ്ററി കഴിയുന്ന ഒരു സമയത്തൊക്കെ ഉപയോഗിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നമ്മൾ PUBG കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു ലെവലാക്കിയിരിക്കുകയാണ് ഞാൻ. എങ്ങനെയുണ്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചാർജിങ് ലൈഫ് ഒന്ന് നമുക്ക് ഇത് അവസാനിക്കുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് 3765 mAh ബാറ്ററിയുടെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ വീണ്ടും നമ്മൾ 21% ബാറ്ററിയിൽ നിന്നും 4% ആയിട്ട് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. 1 മണിക്കൂർ PUBG വിത്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നു. വൈഫൈ കണക്റ്റഡ് ആണ്. ഈ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഈ ഒരു ലൈഫ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ സാപ്പിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് റിവ്യൂ ചെയ്തപ്പോൾ സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ വല്ല ലാഗ് വരുന്നുണ്ടോ? നോർമലി ഫുൾ ചാർജ് ആയിട്ടിരിക്കുമ്പോൾ ഒന്നും പ്രശ്നം കണ്ടില്ല. ബാറ്ററി ലൈഫ്, അതായത് സാപ്പ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ബാറ്ററി ലൈഫ് കഴിയാറാവുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചെറിയൊരു ലാഗ് കാണുന്നുണ്ട്. അപ്പോൾ അത് സാപ്പിന് മാത്രമല്ല, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എല്ലാ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ചെറിയൊരു ലാഗ് അവസാന ഭാഗത്തേക്ക് ആ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ബാറ്ററി ലൈഫ് കഴിയുന്ന ഒരു അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ലാഗ് കാണുന്നുണ്ട്. അതെനിക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം ഞാൻ വലിയൊരു പ്രോ പ്ലെയർ ഒന്നും അല്ല. നിങ്ങളൊക്കെ കളിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ചാർജിങ് ആൻഡ് ഡ്രെയിനിങ് ടെസ്റ്റ് വരുന്നത്. ഇപ്പോൾ 7 മണിക്കാണ് നമ്മൾ തുടങ്ങിയത്. 8 മണിക്കൂർ 15 മിനിറ്റാണ് ആയിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ 15 മിനിറ്റൊക്കെ നമുക്ക് ആ 21% ബാറ്ററി കഴിയാൻ നേരത്ത് 21% നമുക്കൊരു PUBG കളിക്കാൻ സാധിക്കുന്നുണ്ട്. എക്സാക്ട്ലി 8 മണിക്കൂർ 15 മിനിറ്റിന് നമ്മുടെ Realme X ചാർജ് കഴിഞ്ഞ് ഓഫ് ആയിരിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇത് കംപ്ലീറ്റ് കൂളിംഗ് ആയൊരു സിറ്റുവേഷൻ ആണ്. അതായത് ഹീറ്റിംഗ് തീരെയില്ലാത്ത അന്തരീക്ഷത്തിലാണ് ഈ ഒരു ടെസ്റ്റ്. ഇപ്പോൾ ഇത്തിരി അത്യാവശ്യം ഹീറ്റിംഗ് ഉള്ളൊരു സാഹചര്യമാണെങ്കിൽ സ്വല്പം ബാറ്ററി ലൈഫ് കുറയാനും, അതുപോലെ ഹീറ്റിംഗ് 37-35 കണ്ടത് ചിലപ്പോൾ 38-39-40 ആവാനൊക്കെ ഒരു മാക്സിമം സാധ്യതയുണ്ട്. അപ്പോൾ അത്രയാണ് ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ചാർജിങ് ആൻഡ് ഡ്രെയിനിങ് ടെസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.